മച്ചാന്മാരെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം നമ്മുടെ പ്രാവിനെല്ലാം നമ്മൾ കൊടുക്കുക കേട്ടോ. ഒരെണ്ണത്തിന് ഞാൻ സെയിൽ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അപ്പം കുറേ പേര് വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറേ ഹോമേഴ്സിനൊക്കെ ഞാൻ കൊടുത്ത്. ഇപ്പോൾ ബാക്കിയുള്ള ഫാൻസി പ്രാവിനെല്ലാം നമ്മുടെ ഇവിടെ ഒരു പെറ്റ് ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ. കോഴിക്കുന്നു നമുക്ക് എന്തായാലും അതിനെ എല്ലാത്തിനെയും കൊണ്ട് കൊടുക്കാം. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. മനസ്സുകൊണ്ട് എനിക്ക് കൊടുക്കാനെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ വീഡിയോ വലിയ ക്ലാരിറ്റിയും ക്ലിയറും ഒന്നും കാണത്തില്ല, കാരണം ചുമ്മാ അങ്ങ് എടുക്കുക. എനിക്ക് വലിയ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്, കാരണം എല്ലാത്തിനെയും കൊടുക്കുക, അത്രയും നാൾ വളർത്തി വെച്ച് എല്ലാത്തിനെയും കൊടുക്കുക എന്ന് പറയുമ്പോഴേ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണും. നമുക്ക് എന്നിട്ടൊരു പുതിയ എന്തിനെങ്കിലും വാങ്ങിച്ച് വളർത്തണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഇനി അടുത്ത് എന്തിനാ വളർത്തണം. പ്രാവിൻ്റെ കൂട് 4 ഉറ കൂട് ഇപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്തിനെങ്കിലും വാങ്ങണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ വാങ്ങുന്നതായിരിക്കും. നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും നമ്മൾ അതിനെ വാങ്ങുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വലുതൊന്നും ഇടല്, അല്ല ചെറുതും ഇട്ട് നമുക്ക് നോക്കാം. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്ത എന്തിനാ വളർത്തണമെന്നുള്ളത്. നമുക്കപ്പോൾ വാങ്ങാം. അത് നമുക്ക് എല്ലാത്തിനെയും പാക്ക് ചെയ്യാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് പാക്ക് ചെയ്യാം. ഇവിടെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് അവിടുത്തെ പെറ്റ് ഷോപ്പുള്ള സദ്ദാമുക്കാക്ക കേട്ടോ. സദ്ദാം പെറ്റ്സ് ഹോം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള പുള്ളിയാണ്. നമ്മുടെ എല്ലാത്തിനെയും നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു നിൽക്കാനാ പറഞ്ഞാൽ, നീ ഇത്ര നാൾ വളർത്തിയല്ലേ, നീ എനിക്ക് കൊണ്ടുത്താ, ഇക്ക എന്തെന്ന് വെച്ചാൽ ചെയ്തോളാം, ഇക്ക എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര നാൾ വളർത്തിയത് വെച്ച് നല്ലൊരു എമൗണ്ട് ഇക്ക പറഞ്ഞപ്പം കൊടുക്കാമെന്ന് വെച്ച്. പിന്നെ എൻ്റെ 2 ഗിനി പിക്സ് കിടപ്പുണ്ട്, അതിനെ ഞാൻ ഗീവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ അത് കാണും. ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിനും പാക്ക് ചെയ്യാം. മുതിനൊക്കെ ഒരു കുഞ്ഞായപ്പോൾ ഇറങ്ങിയതേ ഉള്ളായിരുന്നു. എന്തായാലും നമുക്ക് അതിനെ പിടിച്ച് നമുക്ക് പാക്ക് ചെയ്യാം. ഇത് കട്ട് ചെയ്തായിരിക്കും കേട്ടോ ഈ വീഡിയോ വരുന്നത്, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല ഇപ്പം. എന്ന് വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ അല്ലേ, ആരും ഇല്ല ഇവിടെ. ഇത് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പം ഞായറാഴ്ച ആയിരിക്കും കേട്ടോ. ഇതിപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതെല്ലാം എല്ലാത്തിനും എടുത്ത് ഇനി നമുക്ക് പോവാം. സാധനത്തിന് നമുക്ക് കൊണ്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഗിനി പിക്സ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും പറഞ്ഞല്ലോ ഗിനി പിക്സിനെ ഗീവ് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കണേ. നമ്മുടെ കോഴി നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി എല്ലാത്തിനെയും കൊടുക്കാം. ഒരു ലവ് ബേർഡ്സേ ഉള്ളൂ, അതിനെ ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാം പാക്ക് ചെയ്തേക്കുക, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ അത് നമ്മൾ സദ്ദാമുക്കാടെ പെറ്റ് ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കൊടുക്കാം. ഇത് എനിക്ക് കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഹെൽത്ത് മുഖ്യം. അതന്നെ പറയുന്നത്, ഹെൽത്ത് മുഖ്യം ബില്ലേ. കൊടുത്തില്ലെങ്കിൽ പിന്നെ അവസാനം വലിയ പ്രശ്നമായിട്ട് മാറും. അത് എന്തിനാ വെറുതെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ സാധനം വെച്ചിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. അത് കണ്ടപ്പോഴാണ് ഇവിടെ കുറച്ച് മുയൽ കിടപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ പ്രാവിൻ്റെ കൂട്ടിലോട്ട് ഇനി നമുക്ക് മുയൽ ഇതാക്കിയാലോ. പ്രാവും കൃഷി കഴിഞ്ഞിട്ട് ഇനി മുയൽ കൃഷിയിലോട്ട് നമുക്ക് കിടന്നാലോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് ബ്രഹ്മ കിടപ്പുണ്ട്, വൈറ്റ്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇക്ക എല്ലാത്തിനെയും വളർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒട്ടപ്പക്ഷികളും എല്ലാം ഉണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിലോടെ കാണിക്കാം. കുറേ കുനൂറും കാര്യങ്ങളൊക്കെ കിടക്കുന്നു, സൺകുനൂറ്. എന്തായാലും കൊള്ളാം. എനിക്ക് മുയലിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ്. പണ്ട് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നേരത്തെ കണ്ട മുയലിൻ്റെ പേരൻസ് ആട്ടോ ഈ കിടക്കുന്നത്. എന്തായാലും ഇവിടെ കുറേ ഗിനി പിക്സും കിടപ്പുണ്ട്. ഇക്കാടേക്ക് ഞാൻ ചോദിച്ചു ഗിനി പിക്സിനെ വേണമെന്ന്. ഇക്ക പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തരാമെന്ന്. എന്തായാലും ഇക്കാട്ടോ നമുക്ക് പ്രാവിനെയൊക്കെ എല്ലാത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇക്ക കേട്ടോ. ഇവിടെ കുറേ ടൈപ്പ് മുയൽ കിടപ്പുണ്ട്. എന്തായാലും ഇക്ക വന്ന് നമുക്ക് ഇനി ഓരോന്നിനെ പിടിച്ച് നമുക്ക് കൂട്ടിലോട്ടിടാം. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് മറ്റേ ഒരു പേരിനെ ഒരു കുട്ടിയില്ലേ, അവരെ ഞാൻ ഇട്ട് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രാവ് നമ്മൾ കൊടുത്തിയാന്ന് തോന്നുന്നു, നല്ല ഇട്ടേക്കുന്നത്. പിന്നെ അടുത്തതിനെ നമുക്ക് പിടിച്ചിടാം. സത്യം പറഞ്ഞാൽ എന്തോ പറയാൻ നല്ല വിഷമമുണ്ട്. സത്യം പറയല്ല, നല്ല വിഷമമുണ്ട് കൊടുക്കേണ്ട കാര്യത്തിൽ. എന്തായാലും നിങ്ങൾ കാണും.
അപ്പോൾ നമ്മുടെ പ്രാവുകൾ ദാണ്ട് കിടക്കുന്നു. എല്ലാം നല്ല ഉഷാറാണ്, നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല സെറ്റായിരുന്നു. എന്തായാലും ഇത് ഇവിടെയും കുറേ പ്രാവ് കിടപ്പുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.